30,000 രൂപയുടെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ. എനിക്കറിയാം മാർക്കറ്റിന്റെ സിറ്റുവേഷൻ വളരെ വളരെ മോശമാണ്. അതുകൊണ്ട് ഒരു വാല്യൂവും തരാത്ത അനാവശ്യമായുള്ള ഫോൺസ് വാങ്ങിയിട്ട് നിങ്ങൾ കാശ് കളയാതിരിക്കാൻ വേണ്ടി ദി ബെസ്റ്റ് ഫോൺസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ ഫസ്റ്റ് ഫോണിലേക്ക് പോകാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ഫോണാണ് ദാ ഈ കാണുന്ന റിയൽമി P4 Pro. ബാക്കിൽ തടി അല്ലെങ്കിൽ വുഡ് പോലെ ഇരിക്കുന്ന ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് കർവ് വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. IP റേറ്റിംഗ് IP65/66 മാത്രമേ വരുന്നുള്ളൂ. 6.8 ഇഞ്ച് സൈസുള്ള അത്യാവശ്യം വലിയ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 144 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഹൈപ്പർ ഗ്ലോ ആമോലെഡ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 4D ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. ചുറ്റുമുള്ള ബെസൽസ് ഒക്കെ നല്ല സ്ലിം ആണ്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 1800 നിറ്റ്സിന്റെ HPM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഇൻഡോർ ഔട്ട്ഡോർ എവിടെ ഉപയോഗിച്ചാലും ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്. പിന്നെ യൂട്യൂബ് ആൻഡ് നെറ്റ്ഫ്ലിക്സ് രണ്ടിലും നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ ഒരു ഹൈപ്പർ മോഷൻ എന്നൊരു ഫീച്ചർ ഉണ്ട്. അത് സ്വിച്ച് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് 120 FPS കാണാൻ പറ്റും. Qualcomm Snapdragon 7 Gen 4 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. കൂടെ ഒരു ഹൈപ്പർ വിഷൻ AI ചിപ്പും ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. ഡീസന്റ് ചിപ്സെറ്റ് ആണ്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ LPDDR4X RAM ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. 3 വർഷം വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. സോ ആൻഡ്രോയിഡ് 18 വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഗൂഗിൾ ജെമിനി, സർക്കിൾ ടു സെർച്ച്, AI റൈറ്റർ, AI സ്മാർട്ട് ലൂപ്പ്, AI റെക്കോർഡിംഗ് സമ്മറി ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗാലറിയിൽ കയറുമ്പോൾ AI പെർഫെക്റ്റ് ഷോട്ട്, AI ഇറേസർ, AI അൺബ്ലർ, AI ക്ലിയർ ഫേസ്, പിന്നെ AI എഡിറ്റ് ജീനി ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വോയിസ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ പല പല കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ BGMI നിങ്ങൾക്ക് 90 FPS വരെ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രെയിം ബൂസ്റ്റ് ചെയ്തിട്ട് 144 FPS വരെ പുഷ് ചെയ്യാൻ പറ്റും. 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. നല്ല കളർഫുൾ ഫോട്ടോസ് ആണ് വരുന്നത്. സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫ്രണ്ടിൽ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് തന്നിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിന്റെ സെൽഫി ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K 60 FPS ക്വാളിറ്റിയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് തരുന്നുണ്ട്. സോ നിങ്ങളൊരു വ്ളോഗർ ഒക്കെ ആണെങ്കിൽ, അതായത് 4K 60 FPS വ്ളോഗിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അത് പറ്റും. 7000 mAh വലിയ ബാറ്ററി വരുന്നുണ്ട്. സോ ഈസിലി നിങ്ങൾക്ക് 1.5 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. 80 വാട്ടിന് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിന്റെ നോർമൽ പ്രൈസ് ആണ് 28,990 രൂപ. എന്നാൽ ഇപ്പം 2000 രൂപയുടെ ഡിസ്കൗണ്ടും പിന്നെ 6 മാസം നീളുന്ന നോ കോസ്റ്റ് EMI കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 26,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി ഉള്ള സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ P4 പവർ നോക്കാം. ഓവറോൾ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലാണ് വരുന്നത്. ബാക്കിൽ ഒരു വെറൈറ്റി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവ് ആവുന്നുണ്ട്. 1001 mAh ബാറ്ററി ആയിട്ടും 223 ഗ്രാം ആണ് വെയിറ്റ്. 9.1 mm ആണ് തിക്നെസ്. സോ ലേശം നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് ഫീൽ ആവും, പക്ഷേ ഓവർ വെയിറ്റ് ഒന്നും അല്ല. എന്നാൽ IP69 റേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6.8 ഇഞ്ച് സൈസുള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 144 Hz ആമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിലും ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ഉണ്ട്. 1800 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. നോ ഇഷ്യൂസ്. എന്നാൽ ഇതിൽ മോണോ സ്പീക്കേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. MediaTekന്റെ Dimensity 7400 ചിപ്സെറ്റ് ആണ് വരുന്നത്. സോ ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന മറ്റ് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഡീസന്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോണല്ല. ഇത് ബേസിക്കലി ഭയാനകമായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഫോണാണ്. 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് പ്രോമിസ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 19 വരെ കിട്ടും. അങ്ങനെ വലിയ ബ്ലോട്ട് വേസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫ്ലക്സ് തീംസും സ്കേലബിൾ ഐക്കൺസ്, അതായത് കളർ വോയിസിൽ വരുന്ന പല ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റിയൽമി P4 Proയിൽ കണ്ട സെയിം AI ഫീച്ചേഴ്സ്, അതായത് ഗൂഗിൾ ജെമിനി, സർക്കിൾ ടു സെർച്ച്, AI റൈറ്റർ, സ്മാർട്ട് ലൂപ്പ്, AI റെക്കോർഡിംഗ് സമ്മറി, അതുപോലെ തന്നെ പെർഫെക്റ്റ് ഷോട്ട്, AI ഇറേസർ, AI അൺബ്ലർ, ക്ലിയർ ഫേസ്, ഈ പറഞ്ഞ എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി അപ്സ്കെയിൽ ചെയ്തിട്ട് 144 Hz കളിക്കാൻ പറ്റും. 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കളേഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ സ്കിന്നിൽ ലേശം വെളുപ്പിക്കലും പിന്നെ ചെറിയൊരു സ്മൂത്തനിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഇറ്റ്സ് ഓക്കെ. 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് തന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 4K 30 FPS വരെയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 1080p 60 FPS വീഡിയോസ് ആണ് കിട്ടുന്നത്. ബാറ്ററി കപ്പാസിറ്റി ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ബാറ്ററി ഉള്ള ഫോണാണ്. ഈസിലി നിങ്ങൾക്ക് 2 ദിവസം, തേർഡ് ഡേ അതായത് 3-ാം ദിവസം വരെ ബാറ്ററി പോകും. നോർമൽ ലൈറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. ആൻഡ് 27 വാട്ടിന്റെ ഐ തിങ്ക് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് റിവേഴ്സ് വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് മറ്റു ഫോണുകളും ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ 2000 രൂപയുടെ കൂപ്പണും പിന്നെ നോ കോസ്റ്റ് EMI കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഫോൺ 27,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. മറ്റ് ബ്രാൻഡുകളുടെ ഫോൺസിലേക്ക് പോകുന്നതിന് മുമ്പ് റിയൽമിയുടെ തന്നെ മറ്റൊരു ഫോൺ ഉണ്ട്. കഴിഞ്ഞ വർഷം വന്നൊരു ഫോണാണ്. അതാണ് റിയൽമി P3 Ultra. അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ലി 30,000 റുപ്പീസിന്റെ താഴെ റിയൽമിയുടെ ഒരുപാട് ഫോൺസ് ആക്ച്വലി ഉണ്ട്. അത്യാവശ്യം നല്ല
വാല്യൂ ഫോർ മണി തരുന്ന ഫോൺസ് ആണ്. പിന്നെ റിയൽമിയുടെ ഈ എന്തോ പവർ ഡേ സെയിൽ, ഓഫർ സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ PCIe ഫോണുകളിൽ ഇത്രയും ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. സോ P3 Ultra നോക്കുകയാണെങ്കിൽ ബാക്കിൽ നല്ലൊരു വീഗൻ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് കർവ് ഡിസ്പ്ലേയുമായി വരുന്ന സ്ലിമ്മസ്റ്റ് ഫോൺ കൂടിയാണ്. പിന്നെ ബാക്കിൽ ഒരു കളർ വേരിയന്റിന്റെ ബാക്കിൽ ഈ ഗ്ലോ ഇൻ ദ ഡാർക്ക് ലൂണാർ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്, വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. 6.83 ഇഞ്ച് സൈസ് ഉള്ള വലിയ 1.5K റെസൊല്യൂഷൻ ഉള്ള 120Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്, നല്ല സ്ലിം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. Gorilla Glass 7 പ്രൊട്ടക്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, ഇഷ്യൂ ഒന്നുമില്ല. MediaTekന്റെ Dimensity 8350 അൾട്രാ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. LPDDR5X RAM ഉണ്ട്, UFS 3.1 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കാം. ഐ തിങ്ക് ഈ സെഗ്മെന്റിൽ ഇപ്പൊ നിലവിൽ മാർക്കറ്റിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോൺസ് ആയിരിക്കും ഈ Realme P3 Ultra. എന്നാൽ കഴിഞ്ഞ വർഷം വന്ന ഫോണാണ്. പിന്നെ 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 17 വരെ കിട്ടും. നല്ല ചിപ്സെറ്റും റാം സ്റ്റോറേജ് ഒക്കെ ആയതുകൊണ്ട് ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നൈസ് ആണ്, അതിൽ പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം എടുത്ത് കളയേണ്ടി വരും. ബാക്കി നമ്മൾ കഴിഞ്ഞ 2 ഫോൺസിൽ കണ്ട എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചിപ്സെറ്റും റാം ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് BGML 120 FPS അതായത് അൾട്രാ എക്സ്ട്രീം സെറ്റിംഗ്സ് അൺലോക്ഡ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നിങ്ങൾക്ക് 120 FPS കിട്ടുന്നുണ്ട്. ഈവൻ ഗെൻഷൻ ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസെന്റ് സ്റ്റേബിൾ FPS കളിക്കാൻ പറ്റും. സോ ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങളൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസിന് വേണ്ടിയുള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ Realme P3 Ultra ചെക്ക്ഔട്ട് ചെയ്യാം. 50 മെഗാപിക്സൽ Sony IMX 896 സെൻസർ ഉള്ള മെയിൻ ക്യാമറ പ്ലസ് 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് വരുന്നത്. നല്ല വാം ടോൺ ഉള്ള കളർഫുൾ ഫോട്ടോസ് ആണ് തരുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ പോർട്രേറ്റ് ഫോട്ടോസിൽ അത്യാവശ്യം സ്കിൻ സ്മൂത്തനിങ്ങും വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. സെൽഫി 16 മെഗാപിക്സലിൻ്റെതാണ്. മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ 1080p 60 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 6000 mAh വലിയ ബാറ്ററി തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ഒരു ദിവസത്തിനപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. 80 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റ് വരുന്നുണ്ട്. 26,499 രൂപയാണ് ഇതിന്റെ പ്രൈസ്. കൂടെ ഏകദേശം 1300 രൂപയുടെ കാർഡ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഈടാക്കാം. നെക്സ്റ്റ് ബ്രാൻഡാണ് മോട്ടറോളയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാൻ പറ്റും. അതാണ് Moto Edge 60 Pro. ബാക്കിൽ ആ ഒരു സ്ഥിരം മോട്ടറോള ഡിസൈനിലാണ് വരുന്നത്. അതായത് വീഗൻ ലെതർ കൊടുത്തിട്ടുണ്ട്. പാൻറ്റോൺ കളേഴ്സിലാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവ് ആവുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം സ്ലിം ആണ്. IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 6.7 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120Hz OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. ലെഫ്റ്റിലും റൈറ്റിലും കർവ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം മുട്ടൻ കർവാണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ് നല്ല സ്ലിം ആണ്. Gorilla Glass 7 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ യൂസിന് വേണ്ടിയൊക്കെ പക്കയായിരിക്കും. HDR യൂട്യൂബിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, നെറ്റ്ഫ്ലിക്സിൽ ഇല്ല. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് അവിടെയും ഇഷ്യൂ ഒന്നുമില്ല. MediaTekന്റെ Dimensity 8350 എക്സ്ട്രീം ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും റാം സ്റ്റോറേജ് വേരിയന്റ് LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. പിന്നെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. സോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 18 വരെ കിട്ടും. കാരണം ഇത് കഴിഞ്ഞ വർഷം വന്ന ഫോണാണ്. ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മോട്ടറോള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ പിന്നെ മോട്ടറോള ഫോൺസിൽ വരുന്ന ഓൺ ഡിവൈസ് AI അതായത് Moto AI 2.0 ഒക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന മോട്ടോ കീ വെച്ചത് അല്ലെങ്കിൽ ഈ AI കീ ഉപയോഗിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അറിയാലോ, അപ്ഡേറ്റ് മീ, ഇമേജ് സ്റ്റുഡിയോ, പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ, ടേക്ക് നോട്ട്സ്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടി അത്യാവശ്യം നല്ലതാണ്. BGMI ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ആണെങ്കിലും നിങ്ങൾക്ക് 90 FPS കളിക്കാൻ പറ്റും. വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ സെറ്റപ്പ് കൊള്ളാം. 50 മെഗാപിക്സലിലെ സോണി ക്യാമറ പ്ലസ് 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് പ്ലസ് മാക്രോ. അതിനോടൊപ്പം തന്നെ 10 മെഗാപിക്സലിലെ 3x ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ടെലിഫോട്ടോ ക്യാമറ അങ്ങനെ ഇപ്പം വരുന്നില്ല ഈ പ്രൈസ് സെഗ്മെന്റിൽ. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ടെലിഫോട്ടോ വെച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ കട്ടൗട്ട് ആണെങ്കിലും ബ്ലർ ആണെങ്കിലും കൊള്ളാം. ആക്ച്വലി ടെലിഫോട്ടോ ക്യാമറ വെച്ച് വരുന്ന മറ്റൊരു ഫോൺ കൂടി ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. സെൽഫി ക്യാമറ 32 മെഗാപിക്സൽ ആണ്. നല്ല സെൽഫീസ് ആണ്. സെൽഫീസ് ഫോട്ടോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും 4K 30 FPS വരെയുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6000 mAh വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി ഒരു ദിവസത്തിനപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഷുവർ ആണ്, ഈ ഒരു ലിസ്റ്റിൽ വയർലെസ് ചാർജിങ് ഉള്ള ഫോൺ ഇത് തന്നെയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ ഒരു ഓൾറൗണ്ട് കംപ്ലീറ്റ് പാക്കേജ് പ്രത്യേകിച്ച് മോട്ടറോള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ Edge 60 Pro ചെക്ക്ഔട്ട് ചെയ്യാം. 29,990 രൂപയാണ് ഇപ്പൊ നിലവിലുള്ള പ്രൈസ്. ഏകദേശം 2500 രൂപയുടെ ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് ക്രെഡിറ്റ് കാർഡിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബാക്കിൽ ഫാൻ ഉള്ള ഫോൺ. അതാണ് Oppo K13 Turbo.
ഒരു വെറൈറ്റി ഫോണായിരുന്നു തീർച്ചയായിട്ടും. ബാക്കിൽ എക്സോസ്റ്റ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗെയിമിംഗ് വൈബ് ഉള്ള ഡിസൈനിലാണ് വരുന്നത്. ബാക്കിലുള്ള ഡിസൈൻ ആണെങ്കിലും ഫുൾ പാറ്റേൺ ഒക്കെ ആണെങ്കിലും വെരി നൈസ്. ഓപ്പോയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു ഗെയിമിംഗ് ഫോൺ ആയിരുന്നു. 6.8 ഇഞ്ച് സൈസുള്ള 120 ഹെർട്സ് ആംബുലർ ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR-ന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 8450 ചിപ്സെറ്റുമായാണ് വരുന്നത്. LPDDR5X RAM, UFS 3.1 സ്റ്റോറേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞില്ല, ഓപ്പോയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു ഗെയിമിംഗ് ഫോൺ ആയിരുന്നു. 2 വർഷത്തെ അപ്ഡേറ്റ് മാത്രമേ കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് Android 17 വരെ കിട്ടും. പിന്നെ ബ്ലോട്ട്വെയർസും ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓപ്പോ ഫോൺസിൽ വരുന്ന AI ടെക്സ്റ്റ് എഡിറ്റർ, AI വോയിസ് സ്ക്രൈബ്, AI ട്രാൻസ്ലേറ്റ്, പിന്നെ ഓപ്പോ ഗാലറിയിൽ വരുന്ന AI റീകമ്പോസ്, ഇറേസർ, പെർഫെക്റ്റ് ഷോട്ട്, റിഫ്ലക്ഷൻ റിമൂവർ, എല്ലാം സകലമായ AI ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള നല്ലൊരു ഓപ്പോ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പം ഓഫ്ലൈൻ മാർക്കറ്റിൽ ഈ ഓപ്പോയുടെ സൈഡിൽ നിന്ന് വരുന്ന F31 സീരീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം. കാരണം BGMI ആണെങ്കിലും COD മൊബൈൽ ആണെങ്കിലും രണ്ടും നിങ്ങൾക്ക് 120 FPS കളിക്കാൻ പറ്റും. 50+2 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ആണ് തന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ സെൽഫി ക്യാമറ 1080p വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്ത് തരുന്നത്. 7000 mAh യമണ്ടൻ ബാറ്ററി തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. 80 വാട്ടിന്റെ ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഉണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. 27,990 രൂപയാണ് ഇപ്പൊ നിലവിലുള്ള പ്രൈസ്. അതിന്റെ കൂടെ തന്നെ 1400 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ആണ് ഞാൻ മെൻഷൻ ചെയ്ത ടെലിഫോട്ടോ ക്യാമറ ഉള്ള ഫോൺ. അതാണ് വിവോയുടെ Vivo T4 Pro. പോളികാർബണേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. നല്ല ക്ലീൻ ബാക്ക് ഡിസൈൻ ആണ്. നല്ല രസമുണ്ട് കാണാൻ ബാക്ക്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് കർവായി വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോണാണ്. IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോപ്പ് റെസിസ്റ്റന്റുമായാണ് വരുന്നത്. 6.7 ഇഞ്ച് സൈസുള്ള ഫുൾ HD പ്ലസ് 120 ഹെർട്സ് ആംബുലർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. ഷോർട്ട് സെൻസേഷൻ കോറിന്റെ ആണ് പ്രൊട്ടക്ഷൻ. ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇഷ്യൂ ഒന്നുമില്ല. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് രണ്ടിടത്ത് നിങ്ങൾക്ക് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. Qualcomm Snapdragon 7 Gen 4 ചിപ്സെറ്റുമായാണ് വരുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഡീസന്റ് ചിപ്സെറ്റ് ആണ്. പ്യുവർ ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടിയുള്ള ഫോൺ അല്ല. കാരണം കൂടെ വരുന്ന RAM സ്റ്റോറേജ് UFS 2.2 LPDDR4X ആണ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ കണ്ട കുറേ ഫോൺസിൽ, മിക്ക എല്ലാ ഫോൺസിൽ ഒന്നെങ്കിൽ LPDDR5X RAM ഉണ്ട്, അല്ലെങ്കിൽ UFS 4.0 3.1 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. ഇവിടെ ആ രണ്ടും കൊടുത്തിട്ടില്ല. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. പക്ഷേ Android 19 വരെ നിങ്ങൾക്ക് കിട്ടും. കാരണം കഴിഞ്ഞ വർഷം വന്ന ഫോണാണ്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു പക്ഷേ ഫൺ ടച്ച് OS-മായിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒറിജിൻ OS-ന്റെ അപ്ഡേറ്റ് കിട്ടും. സോ ആ ഒരു ഒറിജിൻ OS-ലുള്ള പുതിയ ലുക്കും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ബ്രോഡ്ബേസ് അത്യാവശ്യം ഉണ്ടാവും. ഗെയിംസിന്റെ ആപ്ലിക്കേഷൻ ഫോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സ്ക്രീൻ ട്രാൻസ്ലേഷൻ, സ്ക്രീൻ ട്രാൻസ്ക്രിപ്റ്റ്, നോട്ട് അസിസ്റ്റ്, റിഫ്ലക്ഷൻ റിമൂവർ പോലുള്ള എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ BGMI 60 FPS, COD മൊബൈലിൽ 90 FPS ആണ്. സോ നിങ്ങൾക്ക് കാഷ്വൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 50 മെഗാ പിക്സലിന്റെ Sony IMX82 സെൻസർ ഉള്ള മെയിൻ ക്യാമറ ആൻഡ് അഗെയിൻ 50 മെഗാ പിക്സലിന്റെ Sony IMX82 സെൻസർ ഉള്ള 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യെസ്, ഇതിന്റെ അകത്ത് അൾട്രാവൈഡ് വരുന്നില്ല, ടെലിഫോട്ടോയേ ഉള്ളൂ. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് വിവോയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ക്യാമറ ഓപ്റ്റിമൈസേഷൻ, അത് കാരണം നല്ല ഫോട്ടോസ് തരുന്നുണ്ട്. പ്രത്യേകിച്ചും സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ കൊള്ളാം. നോർമലി ഈ വിവോയുടെ T സീരീസ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കും. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു എന്തോ ഒരു ക്യാമറ ഓറിയന്റഡ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഐ പ്ലീസിംഗ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ചും സെൽഫി പെർഫോമൻസ് ഇസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എന്റെ സെൽഫി പെർഫോമൻസ്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ സെൽഫി ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. 6500 mAh ബാറ്ററി ഉണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഒക്കെ ഉണ്ട്. ഈ T4 Pro ഫ്ലിപ്കാർട്ടിലാണ് ഉള്ളത്. ഓക്കെ, എന്നാൽ ഇപ്പം കറന്റ്ലി അൺഅവൈലബിൾ സ്റ്റോക്ക് ഇല്ല എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ വരുമ്പോൾ നോർമലി 30,000 റുപ്പീസിന്റെ താഴെയാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓഫ്ലൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം. എനിവേ, ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഫോൺസ് ഇനി മെൻഷൻ ചെയ്യുന്നുണ്ട്. 2 ഫോൺസ് ബാക്കി കിടപ്പുണ്ട്. ഓക്കെ, സോ മെൻഷൻ ചെയ്ത എല്ലാ ഫോൺസിന്റെ ബൈ ലിങ്ക് നമ്മുടെ പ്രൊഡക്റ്റ് ടാഗിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ആണ് സാംസങ് യൂസേഴ്സിന് വേണ്ടി. അതാണ് സാംസങ് M56 അല്ലെങ്കിൽ F56. അറിയാലോ സാംസങ്ങിന്റെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റീബ്രാൻഡ് ആയിരിക്കും. ഗ്ലാസ് ബാക്കുമായാണ് വരുന്നത്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ ഗ്ലാസ് ബാക്ക് ഇപ്പം കിട്ടുന്നില്ല. മിക്കെല്ലാം പോളികാർബണേറ്റ് ആയിരിക്കും. ഇവിടെ ഗ്ലാസ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ടിപ്പിക്കൽ സാംസങ് ഡിസൈൻ, സാംസങ് ലുക്കിലാണ് വരുന്നത്. ബോക്സി ഡിസൈൻ ആണ്. ഈ ഫോൺ വന്ന സമയത്ത് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ആയിരുന്നു. വെറും 7.2 mm ആയിരുന്നു തിക്നെസ്. 180 gram ആയിരുന്നു വെയിറ്റ്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ്. പക്ഷെ അങ്ങനെ മേജർ IP റേറ്റിംഗ് കാര്യങ്ങളൊന്നും സാംസങ് ഇവിടെ കൊടുത്തിട്ടില്ല.
6.7 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD പ്ലസ് സൂപ്പർ ആംബുലറ്റ് പ്ലസ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ ആണ്, സാംസങ് ഡിസ്പ്ലേ ആണ്. സോ നല്ല കളേഴ്സ് ഉണ്ട്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, താഴെയുള്ള ബെസൽസ് പൊടിക്ക് കൂടുതലാണ്. ഇറ്റ്സ് ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെയും ബിഗ് ടച്ച് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 1200 നിറ്റ്സിന്റെ HPM ബ്രൈറ്റ്നസും പിന്നെ സാംസങ്ങിന്റെ വിഷൻ ബൂസ്റ്റർ ഒക്കെ ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ ഇൻഡോർ വിസിബിലിറ്റി ഒക്കെ നൈസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആൻഡ് യൂട്യൂബ് രണ്ടിടത്ത് നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും. എന്നാൽ മോണോ സ്പീക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. എക്സിനോസിന്റെ 1480 ചിപ്സെറ്റ് ആണ്, കൂടെ LPDDR5X റാം ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഓക്കെ ഡീസെന്റ് പെർഫോമൻസ് കിട്ടും. ഗെയിമിംഗ് ഫോൺ അല്ല, കാഷ്വൽ ഗെയിമിംഗ് ചെയ്യാം. 60 FPS നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും, പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ അല്ല. എന്നാൽ കൂടെ 6 വർഷത്തെ OS അപ്ഡേറ്റ് തരുന്നുണ്ട്. വേറെ ഒരു ഫോണും ഈ പ്രൈസ് റേഞ്ചിൽ അത്ര അപ്ഡേറ്റ് കിട്ടൂല. സോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 21 വരെ കിട്ടും. ബ്ലോട്ട്വെയർസ് ഉണ്ട്, അതൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സാംസങ്ങിന്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ നൗ ബാർ, കസ്റ്റമൈസബിൾ ലോക്ക് സ്ക്രീൻ, ഓട്ടോ ബ്ലോക്കർ, നോക്ക് സെക്യൂരിറ്റി, വാളറ്റ്, NFC വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും വാളറ്റ് ഉപയോഗിച്ച് തന്നെ. സെക്യൂർ ഫോൾഡർ, മെയിൻ്റെനൻസ് മോഡ്, ഇതൊക്കെ വരുന്നുണ്ട്. ബാക്കി ഓബ്ജക്ട് ഇറേസർ, ഇമേജ് ക്ലിപ്പർ, എഡിറ്റ് സജഷൻ പോലുള്ള ഫീച്ചർ, ഗാലറി ആപ്ലിക്കേഷൻ ഉണ്ട്. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് ഏകദേശം 25,000-26,000 റുപ്പീസ് ആയിരിക്കും. ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം ഡീസെന്റ് ഗുഡ് ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. നല്ല കളർഫുൾ ഫോട്ടോസ് ആണ്, സ്കിൻ ടോൺ ഒക്കെ നൈസ് ആയിരിക്കും. പിന്നെ എൻഹാൻസ്ഡ് നൈറ്റോഗ്രാഫി ഒക്കെ ഉള്ളതുകൊണ്ട് ലോ ലൈറ്റിനും അത്യാവശ്യം ഡീസെന്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് നല്ല സ്റ്റേബിൾ 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 5000 mAh ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. മറ്റു ഫോൺസിൽ കണ്ടുവരുന്ന 6000, 7000, നമ്മൾ 10000 mAh ബാറ്ററി വരെ കണ്ടു. ഇവിടെ 5000 mAh ഉള്ളൂ. സോ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബോക്സിൽ ചാർജ് അതൊന്നും കിട്ടൂല, നിങ്ങൾ പ്രത്യേകം വാങ്ങിക്കേണ്ടി വരും. 25,990 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അതിന്റെ കൂടെ ഓഫർ, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ 25 രൂപയുടെ താഴെ വാങ്ങിക്കാൻ പറ്റും. പോക്കോയുടെ പോക്കോ X7 Pro വരുന്നുണ്ട്. ഞാൻ എൻ്റെ അണ്ടർ 25,000 വീഡിയോ അത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഒരുപാട് പേര് പറഞ്ഞു എന്താ ബ്രോ അത് മെൻഷൻ ചെയ്യാത്തത്. കാരണം ഈ ഫോണിന്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ 25,000 റുപ്പീസിന്റെ താഴെ വരും, ചിലപ്പോഴൊക്കെ 25,000 റുപ്പീസിന്റെ മേളിലായിരിക്കും. ഇപ്പോൾ തൽക്കാലം അത് അൺഅവൈലബിൾ ആണ്. ഈ നെക്സ്റ്റ് വരുമ്പോൾ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്നത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 25,000 റുപ്പീസിന്റെ മേളിൽ വരാനാണ് ചാൻസ്. എനിവേ, സോ അതുകൊണ്ടാണ് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. ഒരു ഡ്യുവൽ ടോൺ വീഗൻ ലെതർ ബാക്കുമായാണ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്, IP69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.67 ഇഞ്ച് സൈസ് ഉള്ള 120 Hz ആംബുലറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, സ്ലിം ബെസൽസ് ഉണ്ട്, ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ HDR ആൻഡ് ഡോൾബി വിഷന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഡിസ്പ്ലേ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. MediaTekന്റെ Dimensity 8400 അൾട്രാ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോൺ വന്ന സമയത്ത് ആ സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ഫോൺ ആയിരുന്നു. കൂടെ LPDDR5X റാം ആൻഡ് UFS 4.0 ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല കിടിലൻ പെർഫോമൻസ് തരുന്ന ഫോണാണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അതായത് ആൻഡ്രോയിഡ് 18 വരെ കിട്ടും. ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. BGMI ആണെങ്കിൽ, കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് 90 FPS കളിക്കാൻ പറ്റും. ഇപ്പം അത് 120 FPS അപ്ഗ്രേഡ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഓക്കെ, AI റെക്കോർഡർ, AI നോട്ട്സ്, AI കോൾ ഇന്റർപ്രിറ്റേഷൻ, AI സ്മാർട്ട് ക്ലിപ്പ്, അങ്ങനത്തെ കുറേ AI ഫീച്ചേഴ്സ് ഇവിടെ കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലാണ് ക്യാമറ സെറ്റപ്പ്. ക്യാമറ പെർഫോമൻസ് വളരെ ശരാശരി ഓക്കെ ഡീസെന്റ് ആണ്, കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു പെർഫോമൻസ് സെൻട്രിക് ഫോണാണ്. 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 60 FPS വരെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ 1080p റെസൊല്യൂഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 6550 mAh അത്യാവശ്യം വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. 90 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഉണ്ട്. NFC ആൻഡ് IR ബ്ലാസ്റ്റർ രണ്ടും വരുന്നുണ്ട്. സോ നിങ്ങൾ ഷവോമി അല്ലെങ്കിൽ പോക്കോയുടെ സൈഡിൽ നിന്നുള്ള നല്ലൊരു പെർഫോമൻസ് ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഈ അണ്ടർ 30,000 ലിസ്റ്റിൽ ഞാൻ ഏതെങ്കിലും ഫോൺ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോണാണ്, അതൊക്കെ താഴെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.